കാര്യം ചോദിക്കട്ടെ. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ താരമാണല്ലോ. ഇപ്പോൾ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ നിറഞ്ഞു നിൽക്കുകയാണല്ലോ. അപ്പോൾ ഇത് കണ്ടിട്ട് നിരവധി ആൾക്കാർ കോണ്ടാക്ട് ചെയ്യാറുണ്ടോ? പിന്നെ ഈ പൊതുവേദികളിലൊക്കെ പോകാറുണ്ടോ? ആൾക്കാർ അതിനൊക്കെ ഇൻവൈറ്റ് ചെയ്യാറുണ്ടോ? സ്വാമിയെ വരണം എന്ന് പറഞ്ഞിട്ട് ക്ഷണിക്കാറുണ്ടോ? പല ഭാഗങ്ങളിലും നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. സി കേരള ചാനലിൽ നമ്മൾ വിളിച്ചിട്ട് അവരുടെ ഓഡിഷൻ പ്രോഗ്രാമിൽ ബാബുസ്വാമിയെ വിളിച്ചിട്ടും നമ്മളായിരുന്നു അതിൻ്റെ പാലക്കാട് സി കേരള കുട്ടികളുടെ 4 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഓഡിഷൻ പരിപാടിയിൽ ബാബുസ്വാമി ആയിരുന്നു അതിൻ്റെ മുഖ്യാതിഥിയായിട്ട് നമ്മളെ വിളിച്ചിരുന്നു. അതിലൊക്കെ വളരെ അതുപോലെ പല ആൾക്കാരും പല പ്രോഗ്രാമിനും പല ഉത്സവങ്ങൾക്കെല്ലാം വിളിക്കാറുണ്ട്. ഇപ്പോൾ ജീവിതം ആകെ മാറിയെന്ന് തോന്നുന്നുണ്ടോ? അല്ല, നമ്മൾ കൂടുതലായിട്ട് ഒന്നിനെയും ആഹ്ലാദകരമായിട്ട് കൊണ്ടാടുന്നില്ല, കൂടുതൽ ദുഃഖിക്കൊന്നുമില്ല. കാരണത്തിൽ നമ്മൾക്കെല്ലാവർക്കും ഒരു മാനസിക സമനിലയുണ്ട്. അതിനനുസരിച്ചിടപ്പാണ് അത് നിത്യമായിട്ടുള്ള നിത്യകർമ്മങ്ങളും ജപം, നമ്മുടെ ഈശ്വര പ്രാർത്ഥന, ഇതൊക്കെ ആയിരിക്കാം നമ്മളെ ഈ ലെവലിൽ കൊണ്ടുവന്നത്. ആ പ്രകൃതി ആയിരിക്കാം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്നാലും മുൻപലത്തെയിലെ ബാബുസ്വാമി ഇപ്പോഴത്തെ ബാബുസ്വാമി തമ്മിൽ ഏതാണ് താങ്കൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്? ഏതാണ്? ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ നിന്നും ഒരുപാട് പ്രതിസന്ധികളിൽ നിന്നും കടന്നിട്ടാണ് നമ്മൾ ഈ ഭാഗത്തേക്ക് എത്തിയത്. കാരണം ഈ ആധ്യാത്മിക രംഗത്തിൽ നമ്മൾക്ക് ഈ ലെവലിൽ എത്തുന്നതിന് മുന്നേ നമുക്ക് ഒരുപാട് പ്രതിസന്ധികൾ നാട്ടുകാരിൽ നിന്നായിട്ടും വീട്ടുകാരിൽ നിന്നായിക്കോട്ടെ സമൂഹങ്ങളിൽ നിന്നായിക്കോട്ടെ നമ്മൾ വ്യത്യസ്തമായി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വ്യത്യസ്തമായി പോകുമ്പോൾ പല പ്രതിസന്ധികളും തരണം ചെയ്ത് പോകേണ്ടി വരും എന്ന് നമ്മുടെ ഗുരുക്കന്മാർ പറഞ്ഞതുകൊണ്ട് ഞാൻ അതാണ്. പക്ഷെ ഇപ്പോൾ ഏതൊക്കെ അവസ്ഥകൾ താണ്ടി ഇവിടെ എത്തിയാലും ഇപ്പോൾ ഒരു മോക്ഷം കിട്ടിയതുപോലെ തോന്നുന്നുണ്ടോ? ഒരു സന്തോഷം തോന്നുന്നുണ്ടോ? നമുക്ക് മോക്ഷം എന്നുള്ളത് ഈ ലോകത്തിൽ നിന്ന് വേറൊരു ലോകത്തല്ല, ഇവിടെ തന്നെയാണ്. നമ്മൾ തിരിച്ചറിയാനുള്ള ഒരു കഴിവാണ് നമുക്ക് മോക്ഷം എന്നുള്ളത് നമ്മൾ അറിയുന്നത്. എൻ്റെ ഗുരുനാഥൻ ഇവിടെ വിളയോടിയിൽ മണിയാട്ടൻ പറഞ്ഞ യോഗ മണിയാട്ടൻ. ശരി ശരി. വിളയോടിയിലാണോ? വിളയോടിയിലാണോ? വിളയോടിയിലാണ്. അദ്ദേഹമാണ് നമ്മുടെ ഗുരുനാഥൻ. ശരി. യോഗയും ധ്യാനവും എല്ലാം പഠിപ്പിച്ച അദ്ദേഹവും ഒരു ജോലിക്കാരനായിരുന്നു, ഫാക്ടറി ജോലിക്കാരനായിരുന്നു. അത് ശരി. അപ്പോൾ സ്വാമി അതല്ല, ഇപ്പം ഈ ഓരോ പൊതു ഇടങ്ങളിൽ പോകുമ്പോഴും ഒരുപാട് ആൾക്കാർ താങ്കളെ അറിയുന്നില്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ആ ഒരു അംഗീകാരം ലഭിക്കുന്നില്ലേ? ഇപ്പോൾ അംഗീകാരം ലഭിക്കുന്നുണ്ട്. ഒരു സന്തോഷമുണ്ട്. ഞാൻ ആ ഗുരുവിനോടും ആ പ്രകൃതിയോടും നന്ദി പറയുന്നു. അപ്പോൾ ശരി, നന്നായിരിക്കട്ടെ. അപ്പോൾ ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ, ഒരുപാട് പേര് അറിയട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അപ്പോൾ ഇനിയും അപ്പോൾ നമ്മളെ കാണുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം, സംസാരിക്കാനൊരു സമയം കണ്ടെത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളെല്ലാവരെയും സ്നേഹിക്കുന്നത് നമ്മളൊരു ആത്മസ്നേഹി മാത്രമാണ്. ശരി സ്വാമി, ശരി.